സോബി ജോർജിനൊപ്പം കലാഭവൻ എന്ന് ചേർക്കരുതെന്ന് കൊച്ചിൻ കലാഭവൻ പ്രസിഡന്റ് ഡോക്ടർ ചെറിയാൻ കുനിയന്തോടത്ത് സെക്രട്ടറി KS പ്രസാദ് എന്നിവരാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. സോബി ജോർജ് ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട സാഹചര്യത്തിലാണത്. ലബി സജീന്ദ്രൻ വിശദാംശങ്ങളുമായി. ലബി, എന്താണ് കലാഭവൻ എന്ന പേര് ചേർക്കരുത് സോബിയോട് എന്ന് പറയാൻ കൊച്ചിൻ കലാഭവന് കഴിയുമോ ഇല്ലയോ? നികേഷ്, ഇത് തീർച്ചയായും നിയമപ്രശ്നമാണ്. കാരണം 15 വർഷത്തിന് മുൻപാണ് കലാഭവൻ സോബി ഈ സ്ഥാപനത്തിൽ കലാഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ യാതൊരു ബന്ധവും ഇപ്പോൾ കലാഭവൻ സോബി പുലർത്തുന്നില്ല കലാഭവനുമായി. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് കലാഭവന്റെ നിലവിലെ ഭാരവാഹികൾ രംഗത്ത് വന്നിരിക്കുന്നത്. സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന കലാഭവൻ പേരിനൊപ്പം ചേർത്തുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരം ഒരു വാർത്താക്കുറിപ്പ് സംയുക്തമായി ഇറക്കുന്നത് എന്ന് പ്രസിഡന്റ് ഡോക്ടർ ചെറിയാൻ, സെക്രട്ടറി KS പ്രസാദ് എന്നിവർ പറയുന്നു. കലാഭവനുമായി ബന്ധപ്പെട്ട് ഈ സോബി ജോർജ് പ്രവർത്തിച്ചിരുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഇന്ന് കലാഗ്രഹം എന്നുള്ള പേരിൽ സ്വന്തമായി ഒരു ട്രൂപ്പ് കലാഭവൻ സോബി നടത്തുന്നുണ്ട്. ഇനി മുതൽ പേരിനൊപ്പം കലാഗ്രഹം എന്ന് ചേർത്ത് പറയണം. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, സിനിമാ ലോകത്തുൾപ്പെടെ പ്രവർത്തിക്കുന്ന മറ്റ് കലാകാരന്മാരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരമൊരു ആവശ്യം തങ്ങൾ ഉന്നയിക്കുന്നത് എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. തുടർച്ചയായി സോബി ജോർജ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ കലാഭവന്റെ സൽപ്പേരിന് ഇത് കളങ്കം വരുത്തുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ 54 വർഷമായി കലാമൂല്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചിൻ കലാഭവൻ. നിരവധി കലാകാരന്മാർ, കലാപ്രതിഭകൾ ഈ സ്ഥാപനം വഴി പുറത്തേക്ക് വന്നിട്ടുണ്ട്. സിനിമാ ലോകത്തുൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ കലാമൂല്യത്തോടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് ഒരു പേരുദോഷമാണ് കലാഭവൻ എന്നുള്ള പേര് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളുടെ പേരിനൊപ്പം ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അങ്ങോട്ട് ഈ പേര് സോബി ജോർജിനൊപ്പം ചേർക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇരുവരും നടത്തിയിരിക്കുന്നത്. നികേഷ്, ലബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.